أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. الحق من ربك فلا تكونن من الممترين. നീ ഈ വേദക്കാരുടെ മുമ്പിൽ എന്തു ദൃഷ്ടാന്തം ഹാജരാക്കിയാലും അവർ നിന്റെ ഖിബിലയെ പിൻപറ്റാൻ പോകുന്നില്ല. നിങ്ങൾ അവരുടെ ഖിബിലയും പിൻപറ്റാൻ പോകുന്നില്ല. അവരിൽ ഒരു വിഭാഗം മറ്റുള്ളവരുടെ ഖിബില പിൻപറ്റാനും സന്നദ്ധരല്ല. ഈ വിവരം ലഭിച്ചതിനു ശേഷം അവരുടെ ഇച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ നീ അധർമ്മികളുടെ ഗണത്തിൽ പെട്ടുപോയതു തന്നെ. നാം വേദം നൽകിയ ജനം ഖിബിലയായി നിശ്ചയിക്കപ്പെട്ട ഈ സ്ഥാനം സ്വന്തം മക്കളെ അറിയുന്ന പോലെ അറിയുന്നു. പക്ഷേ അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. ഇത് നിന്റെ നാഥങ്കിൽ നിന്നുള്ള തെളിഞ്ഞ സത്യമാകുന്നു. അതിനാൽ അതേപ്പറ്റി ഒരിക്കലും സന്ദേഹിക്കാതിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന കർമ്മമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 145, 6, 7 ആയത്തുകളാണ് ഓതി അതിന്റെ അർത്ഥം വായിച്ചത്. ഇപ്പോഴും നമ്മൾ കിബില മാറ്റത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ ചർച്ച തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, കിബില മാറി, കിബില മാറ്റത്തിന്റെ ആയത്ത് ഇറങ്ങി. ആ സമയത്ത് കുറെ ആളുകള് പ്രവാചകൻ ഇഷ്ടപ്പെട്ട ദിക്കിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആ ഒരു കിബില അള്ളാഹു ആ ദിക്കിലേക്ക് തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മസ്ജിദുൽ ഹറാമിന്റെ വശത്തേക്ക് മുഖം തിരിക്കാൻ ആവശ്യപ്പെടുകയും ആ നമസ്കാരത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആളുകൾ തിരിയുകയും ചെയ്തതും, അതുപോലെ തന്നെ പല ഭാഗത്ത് അതിന്റെ വിളംബരം മദീനയിലും ഉടനീളം എത്തിയപ്പോൾ ഓരോ വിഭാഗം ആളുകൾ, ചില ആൾ സുബഹി നിസ്കരിക്കുമ്പോഴാണ് ആ ഒരു വാർത്ത കേട്ടത്. അപ്പൊ നിന്ന് നിൽപ്പിൽ തന്നെ ആ ഭാഗത്തേക്ക് ഹബയുടെ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിലവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞ ഇന്നല്ലദീന, അതായത് അതുപോലെ തന്നെ കിബിലക്ക് നേരെ തിരിയുക എന്നതിന് പകരം ഷത്റുൽ മസ്ജിദിൽ ഹറാം എന്നാ പറഞ്ഞത്. അതായത് കഅബക്ക് നേരെ എന്ന് പറയുന്നതിന് പകരം മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഭാഗം ഷത്ർ എന്ന പ്രയോഗത്തില് നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ റൂമിന്റെ ഒരു ജനലിന്റെ ഭാഗത്തേക്ക് എന്ന് പറയുന്നതും ജനലിന് നേരെ തിരിയുക എന്ന് പറയുന്നതും ജനലിന്റെ ഭാഗത്തേക്ക് തിരിയുക എന്ന് പറയുന്നതും രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. ജനലിന്റെ നേരെ തിരിയാൻ പറയുമ്പോ നമ്മൾ ആ ജനലിന് കറക്റ്റ് ആയിട്ട് നിന്നിട്ട് അത് തിരിഞ്ഞാല് ജനലിന്റെ നേരെ എന്ന് പറയും. നേരെ മറിച്ച് ജനലിന്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ അതിൽ യുക്തി മനസ്സിലായല്ലോ. ജനൽ ഏത് ഭാഗത്താണ്? 4 ഭാഗം ഉണ്ടല്ലോ നമുക്ക്, കിഴക്ക്, വടക്ക്, അങ്ങനെയുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ ആ ജനലുള്ള ആ ഒരു ദിശയിലേക്ക്, ഭാഗത്തേക്ക് തിരിയുക എന്നാണ്. അത്രയും വിശാലമായിക്കൊണ്ടാണ് ആ ഒരു കിബില തിരിച്ചിരിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായി പറയുന്നത് ഇന്നല്ലദീന ഊതുൽ കിതാബ യഅലമൂന അന്നഹൽ ഹഖ് മിർ റബ്ബിഹിം
വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അതായത് ഇവിടെ ഈ യൂത്തുൽ കിതാബിനായ ആളുകള് അവർക്ക് അറിയാമായിരുന്നു. അതായത് വഇന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. തീർച്ചയായും വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് അവർക്ക് ശരിക്കും അറിയാമായിരുന്നു ഇത് റബ്ബിങ്കിൽ നിന്നുള്ള സത്യമാണെന്ന്. പക്ഷെ അല്ലാഹു ബിഗാഫിൽ, അവര് ശരിക്കും അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് അത് ഈ ഒരു മാറ്റം അത് ശരിക്കുള്ള കിബില മാറ്റം തന്നെയാണെന്നും റബ്ബിങ്കിൽ നിന്നുള്ളതാണെന്നും ഒക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹു അവര് ചെയ്യുന്നതിനെ കുറിച്ച് ശരിക്കും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി ഇന്നത്തെ ആയത്തില് പ്രവാചകനോട് അള്ളാഹ് പറയാണ്, വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബലതക്. അതായത് ഏതെങ്കിലും അത്തൈത്ത നീ വേദക്കാരുടെ മുമ്പിൽ എന്ത് ദൃഷ്ടാന്തം ഹാജരാക്കിയാലും അവർ നിന്റെ കിബിലയെ പിൻപറ്റാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അവരുടെ കിബിലയും പിൻപറ്റാൻ പോകുന്നില്ല. അവരിൽ ഒരു വിഭാഗം മറ്റുള്ളവരുടെ കിബില പിൻപറ്റാനും സന്നദ്ധരല്ല. ഈ വിവരം ലഭിച്ചതിന് ശേഷം അവരുടെ ഇച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ നീ അധർമ്മികളുടെ ഗണത്തിൽ പെട്ടുപോയത് തന്നെ. അതായത് പ്രവാചകനെ അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ ആശ്വസിപ്പിക്കുകയാണ്. നീ നമുക്ക് ആയത്തിന്റെ ആകർത്തം കഴിഞ്ഞിട്ട് എന്റെ വിശദീകരണം പറ. വല ഇൻ പറഞ്ഞാല് ലഇൻ എന്ന എങ്കിൽ, ആൻഡ് ലഇൻ എങ്കിൽ ഇഫ് അത്തൈത്ത എന്ന് പറഞ്ഞാല് താങ്കൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ താങ്കൾ അവരിലേക്ക് ചെല്ലുക. എന്ന് പറഞ്ഞാല് വരിക എന്നുള്ള അർത്ഥമുണ്ട് അല്ലെ. അത്തൈത്ത നിങ്ങൾ കൊണ്ടുവന്നാലും ചെന്നാലും എന്നുള്ളൊക്കെ അർത്ഥത്തില്. അത്തൈത്ത നീ കൊണ്ടുവന്നാൽ, വലഇൻ അത്തൈത്ത, ഒരു മിനിറ്റ്, നീ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ നീ കാണിച്ചു കൊടുത്താലും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെ ഇൻ അത്തൈത്ത എന്നുള്ള എന്ന് പറഞ്ഞാൽ നീ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ നീ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ താങ്കൾ കാണിച്ചു കൊടുത്താലും എന്ന അർത്ഥത്തില്. അല്ലദീന ഊത്തുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് നീ എന്ത് കൊണ്ടുവന്നാലും, അലൈൻ അത്തൈത്തല്ലദീന ഊത്തുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് നീ എന്ത് തന്നെ നൽകിയാലും ബികുല്ലി ആയത്തിന് എല്ലാ തെളിവ് കൊണ്ടും, കൊണ്ട് കുല്ല എന്ന് പറഞ്ഞ എല്ലാ ആയത്ത് അല്ലെങ്കിൽ തെളിവ് ദൃഷ്ടാന്തം, അല്ലെ ആയത്ത് എന്ന് പറയുന്നത് അതായത് പിന്നെ ആയത്ത് എന്നുള്ള ഖുറാനിക ആയത്തുകളെ ആയത്തെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ആയത്തുകൾ എന്ന് പറയാറുണ്ട് അല്ലെ. അതായത് ആയത്ത് എന്ന വാക്കിന് ശരിയായ അർത്ഥം പറയുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്നാണോ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമുക്ക് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന അത്തരത്തിലുള്ള എന്തിനെ നമ്മൾ ദൃഷ്ടാന്തം എന്നാ പറയാ. ആയത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് ദൃഷ്ടാന്തം. അപ്പോ പ്രകൃതിയിലെ പല പല കാര്യങ്ങൾ നമ്മൾ ആയത്തുകളായിട്ട് പറയാറുണ്ട്. പ്രകൃതിയിൽ അതിലേക്ക് നോക്കുക, അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആയാത്തുൽ ഇസായിൽ ചോദിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഖുറാനിക ആയത്തുകളെ കുറിച്ചും ആയത്ത് എന്ന് തന്നെ പറയുന്നത്. കാരണം എന്താണ്, ഈ ഖുറാനിക ആയത്തുകൾ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തുന്ന തരത്തിലുള്ള വാക്കുകളാണ്. അപ്പൊ ആയത്ത് ബിക്കുല്ലി ആയത്ത്, എന്ത് ദൃഷ്ടാന്തം എന്ത് തെളിവ് നീ അവർക്ക് കൊണ്ടുവന്നാലും മാ തബിഉ ഖിബലതക്, അവർ പിൻപറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ പിൻപറ്റുകയില്ല. അല്ലെ ഇത്തബാ എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നാണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ പിൻപറ്റൽ. റസൂലിനെ പിൻപറ്റുക എന്നൊക്കെ പറയില്ലേ അല്ലെ. ഇത്തിബാ പിൻപറ്റൽ. അവർ പിൻപറ്റുകയില്ല. ഖിബിലതക് താങ്കളുടെ നിന്റെ കിബിലയെ. ഖിബിലതക് നിന്റെ കിബിലയെ. കിബിലതക്ക എന്നാണ് ഇവിടെ നിന്റെ കിബിലയെ. അപ്പൊ എന്ത് തന്നെ തെളിവുകൾ കൊണ്ടുവന്നാലും നിന്റെ കിബിലയെ അവർ പിൻപറ്റുകയില്ല. വമാ അൻത നീയുമല്ല, ആൻഡ് അല്ല, അൻത നീയുമല്ല എന്ത് താബി എന്ന് പറഞ്ഞ പിൻപറ്റുന്നവൻ. പിൻപറ്റുന്നവൻ ഖിബിലത്തഹും അവരുടെ കിബിലയെ പിൻപറ്റുന്നവനുമല്ല. ഇത് സൂറത്തുൽ കാഫിറൂനിൽ പറഞ്ഞ പോലെയാണ്. ഞാൻ ആരാധിക്കുന്നവനല്ല, നീ ആരാധിക്കണം. അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അതുപോലെ ഇത് ആ രീതിയിൽ അവർ പിൻപറ്റുകയില്ല, താങ്കളും അത് പിൻപറ്റില്ല. താബിൻ അവരുടെ കിബിലയെ പിൻപറ്റുന്നവരല്ല, താങ്കളുമല്ല.
വമാ ബഅദുഹും അവരിൽ ചിലരല്ല ബിതാബിയും ഖിബിലത്ത ബഅദ്, ഇവിടെ ബഅദ് എന്നുള്ള വാക്കാണ് ഖിബിലത്ത ബഅദ്. അവരിൽ ചിലരല്ല, വമാ ബഅദുഹും, ബഅദ് എന്ന് പറഞ്ഞ ചിലർ, ഹും അവരിൽ ചിലർ അല്ല, ബിതാബി എന്നാണ് പിൻപറ്റുന്നവർ. ഇവിടെ രണ്ടാമത്തെ പിൻപറ്റുന്നവർ എന്നുള്ള പ്ലൂറൽ ആയിട്ടാണ് താബി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം പ്രവാചകന്റെ കാര്യത്തിലാണ് താബി ഉപയോഗിച്ചത്, ആദ്യത്തെ താബിയ. പിന്നത്തെ രണ്ടാമത്തെ പിൻപറ്റുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഖിബിലത്ത ബഅദ് ചിലരുടെ കിബിലയെ. ബഅദുഹും ബഅദ്, ഈ ബഅദ് എന്ന വാക്കിന് ചില അല്ലെങ്കിൽ കുറച്ച് എന്നൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഒരു സ്ലൈഡില് മേലെ കൊടുത്ത ആയത്ത് ഒരുമിച്ചുള്ളത് ശരിക്കും അറബി കൂട്ടി എഴുതിയ പോലെ വന്നതാണ്. ഞാൻ കോപ്പി പേസ്റ്റ് എടുത്തപ്പോ അങ്ങനെ വന്നതാണ്. മേലെ ആയത്തില്ലേ, വലയിന്നത്തേത്ത് ആ പച്ചയിൽ കൊടുത്തിട്ടുള്ളത് മൊത്തമായിട്ട് കൂടിപ്പോയിട്ടാണ് കോപ്പി പേസ്റ്റ് എടുക്കുമ്പോൾ വരുന്നത്. എന്തുകൊണ്ടാന്ന് അറിയില്ല അത്. അപ്പൊ ഈ വാക്കർത്ഥത്തിന്റെ ഭാഗത്ത് നോക്കിക്കോളൂ, അവിടെ ശരിയായിട്ടുള്ളത്. വലയിൻ അത്തൈത്തല്ലദീന ഊത്തുൽ കിതാബ ബികുല്ലി ആയത്തിൻ, നീ ഊത്തുൽ കിതാബ് വേദക്കാർക്ക് നീ എന്ത് തന്നെ ആയത്തുകൾ നീ നൽകിയാലും കൊണ്ടുവന്നാലും ആ തബിയോ കിബിലത്തക്ക് അവർ നിന്റെ കിബിലയെ പിൻപറ്റുകയില്ല. വമാ അൻത നീയുമല്ല ബിതാബിയോ കിബിലത്തഹും അവരുടെ കിബിലയെ പിൻപറ്റുന്നവനുമല്ല. വമാ ബാദുഹും അവരിൽ ചിലരല്ല ബിതാബിയോ കിബിലത്ത ബാദ് ചിലർ ചിലരുടെ കിബിലയെ പിൻപറ്റുന്നവരുമല്ല. അതായത് ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരിൽ തന്നെ പലരും പല വിഷയമാണ് കിബിലായിട്ടുള്ളത്. മനസ്സിലായി? അവര് തന്നെ ചിലരുടെ അവര് തന്നെ അവരുടെ കിബിലയുടെ വിഷയത്തിൽ ഭിന്നിച്ചിട്ടാണുള്ളത്. ചിലരുടെ കിബിലയെ പിൻപറ്റുന്നില്ല. അവർ ചിലരുടെ കിബിലയെ പിൻപറ്റില്ല. അവര് തന്നെ ആ കിബിലയുടെ കാര്യത്തിൽ പല കക്ഷികളായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ വമാ ബാദുഹും ബിതാബിയും ഖിബിലത്ത ബാദു എന്ന് പറയാൻ കാരണം. ഈ വല ഇൻ ഇത്തബഅത, ഇനി പ്രവാചകനോട് പറയാണ്, വല ഇൻ എങ്കിൽ, ഇത്തബഅത നീ പിൻപറ്റുകയാണെങ്കിൽ, ഇത്തബഅത അവിടെ ഇത്തബഅയുടെ ഒരുപാട് രൂപങ്ങളുണ്ട്. ഇത്തബഅത നീ പിൻപറ്റി എന്നാണ്. ഇത്തബഅത നീ പിൻപറ്റുകയാണെങ്കിൽ, ലഇൻ എന്ന എങ്കിൽ, അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ, ഹവാ അഹ്വാ അല്ലെ, ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛക്ക് പറയുന്നതാണ്. ഹവ നീ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്, നീ ഒരു ഹവയിലാണല്ലോ എന്ന് പറയാറില്ലേ, നീ ഒരു വല്ലാത്ത ഹവയിലാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹാലില്ലാത്ത അവസ്ഥ അല്ലെ, ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പറയാ. ഹവയിലാണെന്ന് പറഞ്ഞാൽ എന്താണോ ദേഹേച്ഛക്ക് തോന്നുന്നത് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഹാലിലാണെന്ന് അർത്ഥം. അപ്പൊ ഹവ തന്നെയാണ് ഈ ഹവ, ആ ദേഹേച്ഛ എന്നുള്ള അഹ്വ, ഹവയുടെ പ്ലൂരലാണ് അഹ്വ. അതുപോലെ ഇനി നീ പിൻപറ്റുകയാണെങ്കിൽ അഹ്വാഅഹും അവരുടെ ദേഹേച്ഛകൾ, അതായത് ഈ ഊത്തുൽ കിതാബിലെ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ അവരെ പിൻപറ്റുകയാണെങ്കിൽ, അവർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ, മിംബാദി ഏതിനു ശേഷം മിംബാദ് എന്ന് പറഞ്ഞ ശേഷം, മാ ജാഅക മിനൽ ഇൽമ്, മിനൽ ഇൽമ് എന്ന് പറഞ്ഞ അറിവിൽ നിന്ന്, ഇൽമ് എന്ന് പറഞ്ഞ അറിവ്, മിൻ എന്ന് പറഞ്ഞ ഫ്രം. അപ്പൊ അറിവിൽ നിന്ന് മാ ജാഅക നിനക്ക് വന്നത് എന്താണോ അതിനു ശേഷവും നീ അവരെ പിൻപറ്റുകയാണെങ്കിൽ, അതായത് അള്ളാഹു ശരിയായ അറിവ് എന്താണ് സത്യമെന്ന് പ്രവാചകൻ അറിയിച്ചു കൊടുത്തിട്ടും നീ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെ പിൻപറ്റുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇന്നക ഇദല്ല മിനൽ ളാലിമീൻ, തീർച്ചയായും നീ ഇതൻ അപ്പോൾ ലമിന പെട്ടവൻ തന്നെയാണ് ളാലിമീൻ അക്രമികൾ. ളാലിം എന്നുള്ളതിന്റെ പ്ലൂറലാണ് ളാലിമീൻ അക്രമികൾ. അപ്പൊ ഇവിടെ വലഇനിത്തബഅത നീ പിൻപറ്റുകയാണെങ്കിൽ അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ, മിൻ ബഅദ് ശേഷം, മാ ജാഅക നിനക്ക് വന്നു കിട്ടിയതിന് ശേഷം, മിനൽ ഇൽമി അറിവിൽ നിന്ന്, ഇന്നക്ക തീർച്ചയായും നീ ഇതൻ അപ്പോൾ, ഇതാ എന്നും എന്നും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാ എന്ന് പറയുമ്പോ മ്പോൾ എന്നുള്ള അർത്ഥം, ഇതാ വരുമ്പോൾ. പക്ഷെ ഇതൻ എന്ന് പറയുമ്പോ അപ്പോൾ, ആ ഒരു ഇൻസ്റ്റന്റ്, ദെൻ എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പൊ ദെൻ നീ അങ്ങനെ ആവും എന്ന് പറയില്ല, അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ ആദില് ഇതൻ അപ്പോൾ ലമിനസ് ളാലിമീൻ നീ അക്രമികളിൽ പെട്ടവൻ തന്നെയാകും. ഇത് പ്രവാചകനോട് പറയാണ്. അവരൊരിക്കലും നിന്റെ കിബിലെ പിൻപറ്റാൻ പോലും എന്ത് തന്നെ തെളിവ് കൊടുത്താലും, വലയിന്നത്തൈത്തല്ലദീന ഊത്തുൽ കിതാബുകാർക്ക് ബികുല്ലി ആയത്തിന് എന്ത് തന്നെ തെളിവ് നീ കിബില അതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് തെളിവായിട്ട് എന്ത് പ്രമാണം കൊടുത്താലും, അവരോട് വാദിച്ച് തെളിയിച്ചാലും മാ തബിയോ ഖിബിലത്തക്ക് അവര് നീ പറയുന്നത് കേൾക്കാൻ പോണില്ല.
വമാ അൻത ബിതാബിഇ, നീ അവരുടെ കിബിലയും പിൻപറ്റുന്നവൻ അല്ല. താങ്കളാണെങ്കിൽ അവരുടെ കിബിലയെ പിൻപറ്റാനും പാടില്ല, അങ്ങനെ പിൻപറ്റുന്നതല്ല. വമാ ബഅദുഹും ബിതാബിഇൻ ഖിബ്ലത, അവരിൽ ചിലർ ചിലരുടെ കിബിലയും പിൻപറ്റുന്നവരല്ല. മനസ്സിലായില്ല? അവരെല്ലാരും ഒരേ കിബിലയെ സാക്ഷി നിർത്തിയിട്ടല്ല നിന്നോട് തർക്കിക്കുന്നത് എന്നർത്ഥം. അവരിൽ തന്നെ ഭിന്നമായ കിബിലകളാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. വലൈനിത്തബഅത, ഇനി എങ്ങാനും വലൈനിത്തബഅത അഹ്വാഅഹും, നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ മിൻബഅദി മാ ജാഅക മിനൽ ഇൽമി, നിനക്ക് ശരിയായ സത്യമായ അറിവ് എന്താണെന്ന് സത്യം എന്താണെന്ന് അറിവ് കിട്ടിയതിനു ശേഷം നീ അവരെ പിൻപറ്റുകയാണെങ്കിൽ ഇന്നക ലഇദൽ മിനൽ ളാലിമീൻ, തീർച്ചയായും നീ ളാലിമീങ്ങളിൽ പെട്ടുപോകും. അതായത് കിബിലയെ കുറിച്ച് അവർ നടത്തുന്ന തർക്ക വിതർക്കങ്ങൾക്ക് തെളിവുകൾ വഴി അവരെ സമാധാനിപ്പിച്ച് തീരുമാനം കാണുക സാധ്യമല്ല. മനസ്സിലായില്ലേ? അതായത് ഈ കിബില മാറ്റത്തിന്റെ സമയത്ത് ഈ കഴിഞ്ഞ ആയത്തിലെ അവസാനം പറഞ്ഞു എന്ത്, പിന്നെ ചില ഊത്തുൽ കിതാബില് വേദക്കാരിൽ ചിലര് സത്യം അറിഞ്ഞുകൊണ്ട് അവരതിനെ അംഗീകരിക്കാതിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയുകയും ചെയ്തു അള്ളാഹു അവർ ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല തന്നെ എന്നുള്ള. അള്ളാഹ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹ് പറയാണ് പ്രവാചകനോട്, പ്രവാചക, അവര് അംഗീകരിക്കാത്തത് നീ നോക്കണ്ട. അംഗീകരിക്കുന്നില്ല എന്നുള്ളത്, അത് അവർ അംഗീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? അവർക്ക് സത്യം അറിയാഞ്ഞിട്ടല്ല. അവര് വെറുതെ ഒരു ഇതിന്റെ പേരില് നീ ഇപ്പൊ ഇനി അവരോട് തർക്കിച്ച് അവര് നിന്നോട് തർക്കിക്കാൻ വരുമ്പോ കിബില ഇതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തർക്കിച്ച് അവർക്ക് എന്താണ് തെളിയിച്ചു കൊടുത്ത് അവർക്ക് തെളിവ് വന്ന് സത്യപ്പെടുത്തിയാലും അവര് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ്. ഈ ഒരായത്തിൽ അള്ളാഹ് പറയണം അവര് നീ വിശ്വസിച്ച് നീ വെറുതെ അതിന് പണിയെടുക്കണ്ട എന്നുള്ള തരത്തില് ഒരു ഇത് പറയാണ്. അപ്പോ ഇതുവരെ സമാധാനിപ്പിച്ച് തീരുമാനം കാണുക സാധ്യമല്ല. കാരണം അവർ പക്ഷപാതത്തിൽ, അതായത് അവർ തരം ഒരു ഈഗോ ആണ്. അവർക്ക് അവരുടെ ഭാഗമാണ് ശരി എന്നുള്ള മർക്കട മുഷ്ടിയിലും അകപ്പെട്ടിരിക്കുകയാണ്. വർഗീയ പക്ഷപാതിത്വത്തിന്റെ പേരിൽ അവർ കൈക്കൊണ്ട കിബിലയെ ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കൈയൊഴിയുവാൻ അവർ തയ്യാറല്ല. അതായത് അവര് ആ പിടുത്തണ്ടല്ലോ അവരുടെ കിബില, അത് ഇനി എത്ര തന്നെ തെളിവ് വന്നാലും അവര് കൈയൊഴിയാൻ തയ്യാറല്ല. ഇനി നീ അവരുടെ കിബില അംഗീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണെങ്കിൽ അതും തീരെ അസാധ്യമാണ്. ഇനിയിപ്പൊ പ്രശ്നം അങ്ങ് തീർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ, അവരുടെ കിബില ഞാൻ അംഗീകരിച്ചു എന്നാ പിന്നെ പ്രശ്നം തീർന്നല്ലോ, തർക്കം തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ കിബില നീ അംഗീകരിക്കാൻ വെച്ചാൽ അതും നടക്കുക, അതും പ്രശ്നം തീരാൻ പോണില്ല. കാരണം ഒരു കിബില അംഗീകരിക്കുന്നതോടെ കിബില പ്രശ്നം തികച്ചും പരിഹൃതമാകത്തക്ക വിധം എല്ലാ കക്ഷികളും യോജിക്കുന്ന ഒരു കിബില തന്നെ അവർക്കില്ല. അതിന് കാരണമായി അള്ളാഹ് പറയുന്നത് വെച്ചാല് അവരിൽ തന്നെ പലരും പല കിബിലയാണ് പറയുന്നത്. അപ്പൊ ആരുടെ കിബിലയാണ് നീ അംഗീകരിക്കാൻ പോകുന്നത്? ഒരാളുടെ കിബില അംഗീകരിച്ചാൽ മറ്റാള് പ്രശ്നത്തിലാവും. അപ്പൊ അതുപോലെ അവർക്കും അതിലൊരു ഏകീകരണം ഇല്ലാത്ത കാലത്തോളം നീ അവിടെ പോയിട്ട് അവരാ കിബില അംഗീകരിച്ചാലും പ്രശ്നത്തിനൊരു പരിഹാരമാകാൻ പോകുന്നില്ല. കാരണം ഓരോ കക്ഷിക്കും ഓരോ കിബിലയാണുള്ളത്. ഒരു വിഭാഗത്തിന്റെ കിബില സ്വീകരിക്കുക വഴി ആ വിഭാഗത്തിന് മാത്രം വഴക്ക് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എങ്കിലും മറ്റു കക്ഷികളുടെ കുഴപ്പം പഴയപടി പിന്നെയും അവശേഷിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി പ്രവാചകൻ എന്ന നിലക്കുള്ള നിന്റെ ജോലി ജനങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കുകയോ കൊള്ളക്കൊടുക്കയുടെ അടിസ്ഥാനത്തിൽ അവരുമായി സന്ധി ചെയ്യുകയോ അല്ല. മറ്റെല്ലാം അവഗണിച്ചുകൊണ്ട് നാം നിനക്ക് നൽകിയിട്ടുള്ള ജ്ഞാനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് നിന്റെ കർത്തവ്യം. ഈ നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ആരെ പ്രീണിപ്പിക്കാൻ നീ തുനിയുകയാണെങ്കിലും അതിന്റെ ഫലം നിന്റെ പ്രവാചകത്വ പദവിയുടെ മേൽ നീ തന്നെ അക്രമം നടത്തുകയും ലോക നേതാവാക്കുകയും വഴി നാം നിനക്ക് നൽകിയ അനുഗ്രഹത്തോട് കൃതജ്ഞത കാണിക്കുകയുമായിരിക്കും. ഇത് പ്രവാചകനോട് പറയാണ്, ഇനി എങ്ങാനും നീ അത് ഇങ്ങനെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ നല്ല വാക്ക് കിട്ടാൻ വേണ്ടി അവരുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ നിനക്കുള്ളത് എന്താണ്? ഇതല്ലേ മിനൽ ളാലിമീൻ, തീർച്ചയായും നിനക്ക് നൽകിയ ആ ജ്ഞാനത്തിനോട് നീ എന്താ ചെയ്യേണ്ടത്? തന്ന അറിവ്, ആ ഒരു ജ്ഞാനം വെച്ചിട്ട് അതിൽ അടിയുറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആരെയും സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ അവരുമായി സത്യത്തെ അവഗണിച്ചുകൊണ്ട് അവരുമായി കൈകടുക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന സത്യത്തിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോവുക. ഇനി എങ്ങാനും വ്യതിചലിക്കുക, അതിൽ നിന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടി നീ മാറി ചിന്തിക്കുകയോ മാറി അതിന് സന്ധി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവാചകത്വ പദവി എന്ന പദവി നാം നിനക്ക് നൽകിയ അതിനോട് നീ അക്രമം നടത്തുകയാണ്. ലോക നേതാവായി നിന്നെ തെരഞ്ഞെടുത്ത ആ ഒരു അനുഗ്രഹത്തോട് നീ നന്ദികേട് കാണിക്കുകയാണ് എന്നാണ് ഇതല്ലേ മിനൽ ളാലിമീൻ എന്നത് കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. നീ അക്രമികൾ പെട്ടുപോകുമെന്നുള്ളത്.
ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين. അതായത് നാം വേദം നൽകിയ ജനം, അതായത് ഈ ജനം ഉണ്ടല്ലോ, അതായത് ഈ ഊത്തുൽ കിതാബ്, ഈ ഇല്ല, ഇവിടെ വേദം നൽകിയ ജനം എന്ന് പറയുന്നത് ഇവിടെ സത്യവിശ്വാസികളെയാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദം നൽകിയ ഈ ജനം, ഈ സ്ഥാനം, അതായത് കിബിലയായി നിശ്ചയിക്കപ്പെട്ട ആ സ്ഥാനം സ്വന്തം മക്കളെ അറിയുന്ന പോലെ അറിയുന്നു. പക്ഷേ അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. ഇത് നിന്റെ നാദെങ്കിൽ നിന്ന് തെളിഞ്ഞ സത്യമാകുന്നു. അതിനാൽ അതേപ്പറ്റി ഒരിക്കലും സംശയിക്കാതിരിക്കുക, സന്ദേഹിക്കാതിരിക്കുക എന്നർത്ഥം. ഈ ആയത്തിന്റെ അർത്ഥം നോക്കാം. വളരെ സിമ്പിൾ ആണ് ഈ ആയത്ത്. അല്ലദീന, ഒരു കൂട്ടർ. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ. എങ്ങനെയുള്ളവർ? ആത്തൈനാഹും, ആത്തൈനാ നാം നൽകി. അള്ളാഹു റബ്ബ് പറയാണ്, ആത്തൈനാ നാം നൽകി, ഹും അവർക്ക്, അൽ കിതാബ കിതാബ് പുസ്തകം, വേദഗ്രന്ഥത്തെ അവർക്ക് നൽകി. മനസ്സിലായില്ല? അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ്, അവർക്ക് നാം വേദഗ്രന്ഥത്തെ നൽകി. യഅരിഫൂനഹു അവരതിനെ അറിയുന്നു, അവരദ്ദേഹത്തെ അറിയുന്നു. യഅരിഫൂനഹു അവരദ്ദേഹത്തെ അറിയുന്നു. ഇവിടെ ഹു എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് ഈ ദമീറിട്ട്. ഇവിടെ പറയുന്നത് അദ്ദേഹം എന്നാണ്, പക്ഷെ വേറെ തഫ്സീറിൽ പറയുന്നത് ഹു എന്നുള്ളതിന്റെ ദമീർ ഖിബിലയെ അറിയുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. യഅരിഫൂന അവരറിയുന്നു, ഹു അതിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ. ഇവിടെ യഅരിഫൂന എന്ന വാക്ക് വരുന്നത് അറഫ, അറഫ എന്നുള്ള വാക്കില്ലേ, ഹജ്ജില് നമ്മൾ അറഫാ ദിനം ഉണ്ട്, അറഫാ ദിനം ദുൽഹജ്ജ് 9. അപ്പോ ആ ദിവസം സ്വന്തത്തെ തിരിച്ചറിയുന്ന ദിവസമാണ്. എല്ലാവരും സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്വന്തം ഞാൻ ആരാന്ന്, നമ്മളുടെ ആ സൃഷ്ടിനെയും റബ്ബിനെയൊക്കെ തിരിച്ചറിഞ്ഞുള്ള സ്വന്തത്തെ തിരിച്ചറിയുന്ന അറഫാ ദിനമാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് അല്ലെ. അറഫയിൽ പോയി നിൽക്കുക എന്നുള്ള. അറഫ കിട്ടിയവന് ഹജ്ജ് കിട്ടി എന്നാ പറയുന്നത്. അറഫ കിട്ടാത്തവന് ഹജ്ജ് കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ അറഫ എന്നുള്ളത് അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അറഫ യാരിഫു അറിയുന്നു, യാരിഫൂന അവരറിയുന്നു, അവരറിയുന്നു, ഹു അതിനെ അദ്ദേഹത്തെ. എങ്ങനെ? കമാ പോലെ, യാരിഫൂന അവരറിയുന്ന പോലെ. സെയിം വാക്കാണ്. യാരിഫൂന അവരറിയുന്നത് പോലെ. കമാ എന്ന് പറഞ്ഞാലാണ് ഇവിടെ പോലെ. ക എന്ന് പറഞ്ഞാൽ പോലെ. മാ യാരിഫൂന അവരറിയുന്ന എന്താണോ അതുപോലെ എന്നുള്ള അർത്ഥം. കമാ യാരിഫൂന അബ്നാഅഹും അവരുടെ മക്കളെ, അല്ലെ? ഇബ്ന് അബ്നാ, അബ്നാ, അബ്നാ എന്ന് പറഞ്ഞാൽ മക്കൾ, പ്ലൂറലാണ്. അബ്നാഅഹും അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർ ആ കാര്യം അറിയുന്നുണ്ട് എന്നർത്ഥം. വ ഇന്ന ഫരീഖം മിൻഹും എന്നാൽ, ആൻഡ് ഇന്ന തീർച്ചയായും, ഫരീഖ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഫരീഖ്, മിൻഹും അവരിൽ നിന്നുള്ള, അവരിൽപ്പെട്ട, യക്തുമൂന ലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, യക്തുമൂന അവർ മറച്ചു വെക്കുന്നു. കത്തമ യക്തുമൂന്നാണ് വാക്ക്. കത്തമ മറച്ചു വെച്ചു, യക്തുമൂന അവർ മറച്ചു വെക്കുന്നു. അവരെന്താണ് മറച്ചു വെക്കുന്നത്? യക്തുമൂനൽ ഹഖ സത്യത്തെ, സത്യത്തെ അവർ മറച്ചു വെക്കുക തന്നെയാണ്. ഈ ലാ എന്നുള്ളത് തന്നെയാണെന്ന് അർത്ഥം. യക്തുമൂനൽ ഹഖ വഹും ആൻഡ് ഹും അവരെങ്ങനെയാണ്? അവർ യഅലമൂൻ അവരത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. യഅലമൂന എന്ന് പറഞ്ഞാൽ അവരറിയുന്നു, യഅലമൂന അവരറിയുന്നു. അപ്പൊ ഇവിടെ അല്ലദീന ആതൈനാഹുൽ ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ, യഅരിഫൂനഹു അവരതിനെ അറിയുന്നു, കമാ യഅരിഫൂന അബ്നാഹും അവരവരുടെ മക്കളെ അറിയുന്ന പോലെ അതിനറിയുന്നു. എന്നാൽ വഇന്ന ഫരീഖം മിൻഹും അവരിൽപ്പെട്ട ഫരീഖ് ഒരു കൂട്ടർ, യക്തുമൂന അവർ മറച്ചു വെക്കുക തന്നെയാണ്, അൽ ഹഖ സത്യത്തെ, ആൻഡ് ഹും അവർ യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ടാണ് അവരത് സത്യത്തെ മറച്ചു വെക്കുന്നത്. അടുത്ത അൽ ഹഖ് തീർച്ചയായും സത്യമാണ്, മിൻ റബ്ബിക്ക നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള. മിൻ എന്ന് പറഞ്ഞ ഫ്രം, റബ്ബിക്ക നിന്റെ റബ്ബ്. അപ്പൊ ഇത് സത്യമാണ്, നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമാണ്. അതിനാൽ ലാ തെക്കൂനന്ന, ലാ എന്ന് പറഞ്ഞ അരുത്, തെക്കൂനന്ന കാന യകൂനു തെക്കൂനു അല്ലെ. തെക്കൂനന്ന എന്ന് പറയുമ്പോ തീർച്ചയായും, ഒരിക്കലും ചെയ്യരുതെന്ന് ഉറപ്പിച്ച് പറയണം. നീ ഒരിക്കലും ആവരുത്. എങ്ങനെയാകരുത്? തെക്കൂനെന്ന കാന എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നത് അല്ലെ. കാന എന്ന് പറയുന്നത് ആയിരുന്നു എന്നാണ്. കാന യക്കൂനു തെക്കൂനു എന്നുള്ളതാണ്. നീ ആവരുത്. ലാ തെക്കൂനു നീ ആവരുത്. ലാ തെക്കൂനന്ന നീ തീർച്ചയായും നീ ആവരുത്. മിനൽ മുംതരീൻ, മിന എന്ന് പറഞ്ഞ ഫ്രം അല്ലെങ്കിൽ നിന്നിൽപ്പെട്ടവർ,
അൽ മുംതരീൻ എന്ന് പറഞ്ഞാൽ, മുംതർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയമുള്ളവർ, സംശയാലു. മുംതരീൻ സംശയാലുക്കൾ, പ്ലൂറലാണ്. അപ്പൊ നീ ഒരിക്കലും സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, നീ ആകരുത് എന്നാണ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആണ് ഈ ആയത്ത്. അല്ലദീന ആതീനാഹുമുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, യഅരിഫൂനഹു, അവരതിനെ അറിയുന്നു, കമാ പോലെ, യഅരിഫൂന അവരറിയുന്നത് പോലെ, അബ്നാഅഹും അവരുടെ മക്കളെ, വഇന്ന ഫരീഖം മിൻഹും അവരിൽപ്പെട്ട ഒരു കൂട്ടർ, ലയക്തുമൂനൽ ഹഖ സത്യം മറച്ചു വെക്കുക തന്നെയാണ്, വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അൽ ഹഖു മിർ റബ്ബിക തീർച്ചയായും ഇത് സത്യമാണ്. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഇത് സത്യം, സത്യം. അൽ ഹഖ് എന്ന് പറഞ്ഞ ഇവിടെ സത്യം അൽ എന്നുള്ള വെച്ച് പറഞ്ഞാണ്ടോ, സത്യമാണ്. മിൻ റബ്ബിക്ക നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള, ഫലാ തകൂനന്ന നീ ആയിപ്പോവരുത്, മിനൽ മുംതരീൻ സംശയാലുക്കളിൽ. ഇവിടെ ഇവിടെ പറഞ്ഞത് കണ്ടോ, ഇവിടെ അവരതിനെ അറിയുന്നു, കമാ യഅരിഫൂന അബ്നാഅഹും അവരുടെ മക്കളെ അറിയുന്ന പോലെ അറിയുന്നു എന്നുള്ള പ്രയോഗം, ഇത് ശരിക്കും സത്യത്തില് അറബികളുടെ ഒരു ശൈലിയായിരുന്നു ഇത്. എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം ഒരാൾക്ക് ഉറപ്പായി അറിയുമെങ്കിൽ അതിനെക്കുറിച്ച് അവനൊരു സംശയമില്ലാതിരിക്കുകയാണെങ്കിൽ അവരെങ്ങനെ പറയാന്നറിയോ, അവൻ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയും എന്നാണ് പറയാ. ഒരാൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് നല്ല അറിവ് അറിയും, അയാൾക്ക് നല്ല ഉറപ്പായിട്ട് അറിയാം, ഒരു സംശയം ആ കാര്യത്തിൽ ഇല്ലെങ്കിൽ അവരെങ്ങനെ പറയാന്ന് വെച്ചാല്, അയാൾക്ക് അയാളെ സ്വന്തം മക്കൾ അറിയുന്ന പോലെ അതറിയാം എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു ശീലമായിരുന്നത്. അതായത് തന്റെ മക്കളെ തിരിച്ചറിയുന്നതിൽ ഒരു വിഷമവും നേരിടാത്തത് പോലെ ആ വസ്തുവെക്കുറിച്ചും സംശയലേശമന്യേ അവർക്കറിയാം. വിശുദ്ധ കാബ, അതായത് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? അവർക്ക് അറിയുന്ന കാര്യം, വിശുദ്ധ കാബ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് സ്ഥാപിച്ചതെന്നും ബൈത്തുൽ മുഖദ്ദസ് ആകട്ടെ 1300 വർഷങ്ങൾക്ക് ശേഷം സുലൈമാൻ അലൈഹിസ്സലാം നിർമ്മിച്ചതും അന്നു മുതൽ കിബിലയായതുമാണെന്നുള്ള പരമാർത്ഥം ഈ ജൂത ക്രിസ്തീയ പണ്ഡിതന്മാർക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അപ്പൊ ഈ ചരിത്ര വസ്തുതയിൽ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതായത് ശരിക്കും ആദ്യത്തെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ലോകത്ത് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഭവനം എന്ന് പറയുന്നത് കഅബാലയമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലും കൂടി നിർമ്മിച്ച ആ ഒരു കെട്ടിടം. അതിനുശേഷമാണ് സുലൈമാൻ അലൈഹിസ്സലാം വരുന്നതും, ഇല്ല, ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മകന്റെ പരമ്പരയിൽ നിന്ന് അങ്ങനെ സുലൈമാൻ നബി, ദാവൂദ് നബി ഒക്കെ വരുന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദിസ്, അതായത് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചരിത്രം, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കഅബ ആണ് ഇതിന് മുന്നത്തെ ഖിബില എന്നും അതിന് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസ് ആക്കപ്പെട്ടതും എന്നുള്ള ചരിത്ര വസ്തുത ഇനിയും അങ്ങോട്ട് തന്നെ അള്ള മാറ്റുന്നതിൽ യാതൊരു സംശയവും അവർക്കില്ല. എന്താ അള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു എന്നുള്ള ചരിത്ര വസ്തു അവർക്ക് ശരിക്കും അറിയാം. എന്നിട്ട് അവർ അറിഞ്ഞുകൊണ്ടാണ്, വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ടാണ് അത് മറച്ചു വെച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ ജൂതന്മാരെ ഇവിടെ പരാമർശിച്ച ആളുകൾ ഊത്തുൽ കിതാബ് ആദ്യത്തെ മുന്നത്തെ ആയത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നുണ്ട്. ഈ വേദവാഹകരായ ഒരു ദുശാഠ്യവും സത്യവിരോധവുമാണ് അവർ ചെയ്യുന്നതെന്നോട് ഊന്നി പറയാണ്. അവരുടെ ഈ നിലപാടിൽ താങ്കൾ ദുഃഖിതനാവേണ്ടതില്ലെന്ന് പ്രവാചകൻ ആശ്വസിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ അവരുടെ ഇംഗിതങ്ങൾക്ക് താങ്കൾ വഴങ്ങിപ്പോകരുത് എന്ന് മുസ്ലിങ്ങളെ താക്കീത് ചെയ്യുമാണ്. അതായത് ഇതിൽ ശരിക്കും പ്രവാചകനോട് സമാധാനിപ്പിക്കുകയാണ്, നീ ഇനിയിപ്പോ എന്ത് ചെയ്താലും അവര് അംഗീകരിക്കാൻ, നീ അതിനെപ്പറ്റി വിഷമിക്കണ്ട, കാരണം നീ ഇത്രയും മെനക്കെട്ട് ഒരുപാട് ഇതാക്കി തെളിവുകളൊക്കെ കൊണ്ടുവന്ന് സത്യമൊക്കെ അവിടെ സമർത്ഥിച്ചാലും അവരെ അംഗീകരിക്കാൻ പോകുന്നൊന്നും ഇല്ല നീ ആ പറയുന്ന ഒരു കാര്യം എന്ന് പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്. അത് അംഗീകരിക്കാത്തത് അത് സത്യമല്ലാത്തത് കൊണ്ടല്ല, സത്യമായിട്ടും അവർ അറിഞ്ഞുകൊണ്ട് അതിനെ മറച്ചു പിടിച്ച് സംസാരിക്കുകയാണ്. അപ്പോ അതിനെപ്പറ്റി വിഷമിക്കണ്ട, അവര് സത്യമല്ലാത്തത് കൊണ്ടല്ല അംഗീകരിക്കാത്ത, അവരുടെ ഒരു ഈഗോ കൊണ്ട് മാത്രമാണ് അവർ അംഗീകരിക്കാത്തതെന്ന് പ്രവാചകനെ സമാധാനിപ്പിക്കണം. പ്രവാചകരെ, താങ്കൾക്ക് ചുറ്റുമുള്ള ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ താങ്കളുടെ കിബിലയെ തള്ളിപ്പറയുന്നത് അത് യഥാർത്ഥ കിബിലയാണെന്ന് അവർ അറിയാത്തത് കൊണ്ടോ അക്കാര്യത്തിൽ വല്ല സന്ദേഹമുള്ളത് കൊണ്ടോ അല്ല. താങ്കൾ പിന്തുടരുന്ന ദൈവത്തിങ്കിൽ നിന്ന് അവതീർണമായ സത്യത്തെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ താങ്കൾ എന്തെന്ത് ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിയാലും ശരി, എത്രയേറെ ന്യായങ്ങളും തെളിവുകളും നിരത്തിയാലും ശരി, അവരതൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. അവർ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ്.
ഉറങ്ങുന്നവരെ അല്ലാതെ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താനാവില്ലല്ലോ. തങ്ങൾ തലമുറകളായി അഭിമാനത്തോടെ പിന്തുടർന്നു വരുന്ന നടപടി കൈവിടാൻ മടി അത് തങ്ങളുടെ അപ്രമാദിത്വത്തിനും മേധാവിത്വത്തിനും ഹാനികരമാണെന്ന ആശങ്ക, അറബികളോടുള്ള അസൂയ, തങ്ങളുടെ വംശത്തിൽ പിറന്നവനല്ലാത്തൊരു പ്രവാചകനെ അംഗീകരിക്കുന്നതിൽ തോന്നുന്ന കുറച്ചിൽ, ഇതൊക്കെയാണ് അവരെ പിന്തിരിപ്പിക്കുന്നത്. അതായത് ഇവിടെ അള്ളാഹ് പറയുന്നത് കുറെ ദുശാഠ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്നാമത് അവർ വിചാരിച്ച പോലെ ഒരു പ്രവാചകന് അറബികളുടെ കൂട്ടത്തിലാണ് ആ പ്രവാചകൻ വന്നത്, അതും അവരുടെ അസൂയ. അങ്ങനെ കുറെ കാര്യങ്ങളാണ് അവരെ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ദൈവിക ദീൻ സമുദായത്തിന്റെയോ ദേശീയതയുടെയോ കക്ഷിത്വത്തിന്റെയോ ചിഹ്നങ്ങളായി മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരന്തമാണിത്. സമുദായവും വംശവും ദേശവും കക്ഷിയുമെല്ലാം ദൈവം പഠിപ്പിച്ച സത്യങ്ങൾക്കും ധർമ്മങ്ങൾക്കും വിധേയമായിരിക്കണം. ആ അവസ്ഥയിലെ ദൈവിക ദർശനങ്ങളും വിധിവിലക്കുകളും കലവറയില്ലാതെ കൈക്കൊള്ളാൻ ഏത് വിഭാഗത്തിനും കഴിയൂ. ഈ അവസ്ഥയാണ് മുഖ്ലിസീന ലഹുദ്ദീൻ, വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കിയവർ എന്ന പ്രയോഗത്തിലെ ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഖുർആനിൽ പറയാറുണ്ട് അല്ലെ, ഇബ്രാഹിം നബിയെ കുറിച്ചൊക്കെ മുഖ്ലിസീന, അള്ളാഹുവിന് വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ടല്ലേ. ഇത് പിന്നെ നമ്മൾ സാധാരണ ഇന്ന് പ്രാരംഭ പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മുടെ നമസ്കാരത്തിൽ, മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അള്ളാഹുവിന് മാത്രമായിട്ട് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഒരു ഇത് സമർത്ഥിക്കുകയാണ് ആദ്യല്ലേ. അപ്പോ ഇവിടെ പറയുന്നത് ഈ മുഖ്ലിസീലൻ ലഹുദ്ദീൻ എന്ന് പറയുന്ന ദീനിന് വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കുക എന്ന് പറയുന്നത് ഇഖ്ലാസോടുകൂടി. മുഖ്ലിസി എന്നുള്ള വാക്ക് വരുന്നത് ഇഖ്ലാസ് എന്നാണല്ലോ അല്ലെ. സത്യസന്ധമായ ഒരു ഇതിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഒരു ദേശത്തിനോ ഒരു കുടുംബത്തിനോ ഒരു തറവാടിനോ അല്ലെങ്കിൽ തൻ്റെ ഒരു തൻ്റെതായ ആളുകളുടെ ഒരു ഗോത്രത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിനോ നമ്മളുടെ ഒരു കൂട്ടായ്മക്കോ പ്രാധാന്യം കൊടുക്കരുത്. അതായത് അതല്ല വലുത്. പ്രവാചകനും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻപറ്റാൻ നമ്മുടെ കുടുംബമോ തറവാടോ നമ്മുടെ ഗോത്രമഹിമയോ നമ്മുടെ ഒരു കൂട്ടായ്മയോ നമ്മൾക്ക് വിലങ്ങ് തടിയാവുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ജൂതന്മാർക്ക് പറ്റിയ അതേപോലെ അവർക്ക് അവരുടെ ഇത് പിൻപറ്റാനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു? സത്യാണെന്ന് അറിയായിരുന്നു പലപ്പോഴും. അവർക്ക് സത്യാന്ന് അറിയായിരുന്നു, പക്ഷെ അവർക്ക് പിൻപറ്റാൻ പറ്റാതിരുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ ദേശീയത അല്ലെങ്കിൽ അവരുടെ കുലമഹിമ അല്ലെങ്കിൽ അവർക്ക് ഈഗോ, മറ്റാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്റെ ഇത് കുറഞ്ഞു പോകും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് പാഠം ഇതിലുണ്ട്. അപ്പൊ ഈ ഇഖ്ലാസ്, തനിമ, നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോൾ മതം സമുദായത്തിന്റെയോ ദേശത്തിന്റെയോ വംശത്തിന്റെയോ പാർട്ടിയുടെയോ ഒക്കെ ചിഹ്നങ്ങളായി മാറുന്നു. മനസ്സിലായില്ലേ? അതായത് ശരിക്കുള്ള മതം എന്ന് പറയുന്ന അള്ളാഹിന്റെ റസൂലും പറഞ്ഞത് എല്ലാ മനുഷ്യരും ഒരേപോലെ അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ ഓരോ മതത്തിനും ഓരോ നിയമം. ഒരാള് പറഞ്ഞ് മറ്റാളെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോ എന്താവും? ആ മതത്തിൽ നിൽക്കുന്ന ആളുകൾ, ആ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ മാത്രം അത് അംഗീകരിക്കുക, മറ്റേ പാർട്ടിയിലുള്ള ആളുകൾ അത് അംഗീകരിക്കില്ല. അങ്ങനെയാകുമ്പോ ഓരോ പാർട്ടിക്ക് ഓരോ മതം മതിയല്ലോ. ഇത് പക്ഷെ ലോകത്തിനുമായി അള്ളാഹു ഇറക്കിയതാണ് ഈ വിശുദ്ധ ഖുർആൻ. അപ്പൊ ഒരാളുടെ മതം താൻ ഇന്ന പാർട്ടിയിലായതുകൊണ്ട് ഞാൻ അള്ളാഹ് റസൂലും പറഞ്ഞ അനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നെന്ന് വിചാരിക്കണം. അവിടെ സമുദായവും പാർട്ടിയും സത്യത്തിനും ധർമ്മത്തിനും വിധേയമാകുന്നതിന് പകരം, അതായത് നമ്മുടെ സമുദായം പാർട്ടിയൊക്കെ നമ്മുടെ സത്യത്തിന് വിധേയമാകണം. അല്ലാതെ സത്യം പാർട്ടിക്ക് വിധേയമായാൽ നമ്മൾ തോറ്റുപോകുന്നു. മനസ്സിലായില്ലേ? സത്യം എപ്പോഴും സത്യമാണ്, അതെപ്പോഴും ഉയർന്നു നിൽക്കണം. പാർട്ടി അതിന്റെ താഴെ ആവണം. അല്ലാതെ പാർട്ടിയാണ് സത്യത്തിന് വിധേയമാകേണ്ടത്, അല്ലാതെ സത്യം അതിന് വിധേയമാകാൻ പാടില്ല. നേരെ തിരിച്ചാണ്. സത്യവും അധർമ്മവും എല്ലാം സമുദായത്തിന്റെയും പാർട്ടിയുടെ താല്പര്യത്തിന് വിധേയമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വേദപ്രമാണങ്ങളും പ്രവാചക ചരിത്രങ്ങളും എല്ലാം അതിനനുകൂലമായി തിരുത്തപ്പെടുകയോ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇത് പൂർവിക ദൈവ മതങ്ങൾ മാത്രം നേരിട്ട ഒരു ആപത്തല്ല, എല്ലാ മതങ്ങളെ ഏറിയോ കുറഞ്ഞോ ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിനും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അതായത് ഇപ്പൊ ഈ മുസ്ലിം സമൂഹത്തിലും ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ പാർട്ടി അത് പറയാത്തത് കൊണ്ട്, ആ സത്യം പറയാത്തത് കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാതിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മൺമറഞ്ഞ പുണ്യാത്മാക്കളോട് അവരുടെ കബറിടങ്ങളോ പ്രാർത്ഥിക്കുന്നത് തൗഹീദിന് നിരക്കുന്നതല്ല എന്ന കാര്യം ഖുർആനും സുന്നത്തും മുൻവിധിയില്ലാതെ
സത്യം പറഞ്ഞ ഒരു കാര്യമാണ്. ഏതൊരാൾക്കും അത് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പുണ്യാത്മാക്കളായി അവരോട് സഹായം തേടുക എന്നൊക്കെ പറയുന്നേ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇസ്ലാം അള്ളാഹുവിന്റെ ഭവനങ്ങൾ നിരോധിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഒരുവിധം അംഗീകരിക്കപ്പെട്ട കാര്യമാണല്ലോ. പക്ഷെ എന്തൊക്കെയോ കുറേ കാലമായി കാര്യത്തിൽ തർക്കം നടന്നു വരണം. എത്ര തെളിവുകളും ന്യായങ്ങളും നിരത്തിയിട്ടും എന്തൊക്കെയോ അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന പുണ്യകർമ്മമാണെന്നും സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ധർമ്മവിരുദ്ധമാണെന്നും ചിലർ ശഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇത് സ്വന്തം കക്ഷി താല്പര്യത്തിന് ഹാനികരമാണ്. അതായത് മറുപക്ഷം പറയുന്നത് സമ്മതിക്കുന്നത് സ്വന്തം കക്ഷി താല്പര്യത്തിന് ഹാനികരമായത് കൊണ്ടാവാം, അല്ലെങ്കിൽ അത് സമ്മതിച്ചാൽ തങ്ങളും തങ്ങളുടെ പൂർവികരുമായി ആദരിക്കപ്പെടുന്നവരും ഇതുവരെ പറഞ്ഞിരുന്നത് അബദ്ധമായി പോകുന്നു വന്നുകൂടും, അങ്ങനെയും ആയതുകൊണ്ടാവാം അവർ അംഗീകരിക്കാത്തത്. അല്ലെങ്കിൽ പൂർവികരോടും പാരമ്പര്യങ്ങളോടും കക്ഷിത്വത്തോടും ഒക്കെയുള്ള കൂറ് വളർന്ന് അന്ധമായ ഭക്തിയായി മാറുമ്പോൾ അവരുടെ പ്രമാണവും നീതിയും ന്യായവും ഒക്കെ ആ ഭക്തിക്ക് കീഴ്പ്പെടുന്നു. മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ഖുറാനും റസൂലും പറഞ്ഞത് പ്രാമാണികമായി നമുക്കൊരു സത്യമാണെന്ന് തെളിഞ്ഞാൽ പിന്നെ നമ്മുടെ ആചാരവും നമ്മുടെ പണ്ടേ ഞങ്ങൾ ചെയ്തു പോരുന്നതാണല്ലോ, ഇനി പണ്ട് ഞങ്ങള് വല്യപ്പന്മാര് വഴി ഞങ്ങൾ ചെയ്തു പോകുന്ന ഒരു കർമ്മമാണ് ഇത്, ഇനിയിപ്പോ ഇതെങ്ങനെ മാറ്റുക എന്നുള്ളിടത്ത് നമ്മൾ ഇപ്പോഴും നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അല്ലാഹുവിന്റെ റസൂലാണോ വലുത്, നമ്മളുടെ പൂർവ്വപിതാക്കന്മാരാണോ വലുത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായില്ല? അപ്പൊ നമ്മളത് സത്യമാണോ എന്ന് അത് ശരിക്കും ഓതന്റിക് ആണോ, ഈ പ്രമാണങ്ങൾ വഴി സത്യപ്പെട്ട കാര്യമാണോ എന്ന് അന്വേഷിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ സത്യം അംഗീകരിക്കാൻ യാതൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അത് എന്റെ സംസ്കാരം, എന്റെ ആചാരോ, എന്റെ നാടോ, എന്റെ കുടുംബോ, എന്റെ വല്യപ്പ പറഞ്ഞതോ വല്യമ്മ പറഞ്ഞതോ ഉപ്പ പറഞ്ഞതോ എന്നൊന്നുമല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതാണോ ഇത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് തന്നെ അപ്പൊ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളും ഇവരും പെട്ടാതെ ഊത്തുൽ കിതാബ് സത്യം അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ച അതേ ഗണത്തിൽ നമ്മളും പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ ഈഗോ കൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. തങ്ങൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും എന്താണോ അത് തന്നെയാണ് സത്യം, അല്ല അതേ സത്യമായി കൂടൂ. ഇവിടെ സ്വയം സത്യത്തിന് കീഴ്പ്പെടുന്നതിന് പകരം സത്യത്തെയും പ്രമാണത്തെയും തങ്ങൾക്ക് കീഴ്പ്പെടുത്തുകയാണ് യാഥാർത്ഥ്യം അവർ പരിഗണിക്കുകയില്ല. ഈ അവസ്ഥയുടെ മൂർത്തരൂപമായിരുന്നു ഇസ്രായേലിൽ പുലർത്തിയിരുന്നത്. അതിനാൽ അവരുടെ മുന്നിൽ പ്രവാചകൻ എത്ര തന്നെ ന്യായവും തെളിവും അവതരിപ്പിച്ചാലും അവർ അള്ളാഹു നിശ്ചയിച്ചു തന്ന കിബില സ്വീകരിക്കുകയില്ല. മുസ്ലിങ്ങൾ തങ്ങളുടെ കിബില തന്നെ സ്വീകരിച്ചു കൊള്ളണം എന്നാണ് അവരിൽ ഓരോ വിഭാഗത്തിന്റെയും മനസ്സിലിരിപ്പ് അവിടെ പറയുന്നത്. ഇനി ഇവിടെ ശക്തമായ ഒരു താക്കീത് പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ട് അല്ലെ. നീയെങ്ങാനും പ്രവാചക താങ്കളെങ്ങാനും ഒരു വേള ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങി അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്ത കിബില ഉപേക്ഷിച്ച് കളയുമോ എന്ന ഒരു അതായത് താങ്കൾ അവരുടെ കിബിലെങ്ങാനും പിൻപറ്റിയാലോ എന്ന് പറയുന്നത് ശരിക്കും അത് പ്രവാചകനുള്ള താക്കീതിനെക്കാട്ടിലും അത് ജൂതന്മാർക്കുള്ള താക്കീത് തന്നെയാണ്. അത് പ്രവാചകൻ അങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടുമല്ല അള്ളാഹു അങ്ങനെ താക്കീത് കൊടുക്കുന്നത്. പ്രവാചകൻ ഒരിക്കലും അത്തരത്തിലുള്ള ആളായത് കൊണ്ടല്ല ആ താക്കീത് കൊടുക്കുന്നത്, മറിച്ച് ദിവ്യജ്ഞാനം ലഭിച്ച ശേഷം അതിനെതിരായി പ്രവർത്തിക്കുന്നതിന് ഗൗരവം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. മനസ്സിലായില്ല? അത്രയും ഗൗരവമാണ്. അതായത് ഒരു സത്യം മനസ്സിലായിട്ട് അതിന്ന് എങ്ങാനും നിങ്ങൾ അത് അംഗീകരിക്കാതെ വേറെ പല താല്പര്യങ്ങൾക്ക് അത് ഒഴിവാക്കുകയാണെങ്കിൽ ഇതല്ലേ മിനദ്ദാലിമീൻ, അക്രമികൾ പെട്ടുപോകും എന്ന് പറയുമ്പോൾ അത്രക്കും ആ ഒരു കാര്യം ഗുരുതരാണെന്ന് പറയാനും കൂടിയാണ് അത്തരത്തിലൊരു പ്രയോഗം അവിടെ അള്ളാഹു പ്രയോഗിക്കുന്നതെന്നർത്ഥം. ദിവ്യ പ്രബോധനത്തിലൂടെ നൽകപ്പെട്ട ശാസനകളെ പ്രവാചകന് പോലും ഭേദഗതി ചെയ്യാൻ അവകാശമില്ല. മനസ്സിലായില്ലേ? അള്ളാഹു അവതരിപ്പിച്ചത് അത് പ്രവാചകനാന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. താൻ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും ആവാ എന്നുള്ള നിലപാടല്ല. പ്രവാചകന് പോലും അങ്ങനെ മാറ്റാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ചെയ്താൽ അദ്ദേഹം പോലും അള്ളാഹുവിൽ അധർമ്മിയും അക്രമിയുമായി ഗണിക്കപ്പെടും. എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം എന്ത് പറയാനാണ്? ഇവിടെ പ്രത്യക്ഷത്തിൽ സംഭവം നബി അല്ലെങ്കിലും ശരിക്കും ഇവിടെ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളോടാണ് പറയുന്നത്. യഥാർത്ഥ ഉന്നം പ്രവാചകനെ വിമർശിക്കുക എന്നല്ല, ജൂത ക്രൈസ്തവ വിഭാഗങ്ങളോട് പറയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രവാചകൻ നിങ്ങളെ അംഗീകരിച്ച് അങ്ങനെ അതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന അത്രയും ഗുരുതരായ കാര്യമാണ്. നിങ്ങൾ സത്യം അറിഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ തയ്യാറ, അത്രക്കും ഗുരുതരായ കാര്യം. എങ്ങാനും പ്രവാചകനായിട്ട് നിങ്ങളുടെ അംഗീകരിച്ചു കഴിഞ്ഞാല് വലിയൊരു ഗുരുതരമായ തെറ്റാണത് എന്ന് ഈ ജൂതന്മാരോട് പറഞ്ഞു കൊടുക്കും. അവര് ചെയ്യുന്ന എത്ര ഗുരുതരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അക്രമികളിൽ പെട്ടുപോകും എന്നുള്ള തരത്തിൽ ഇവിടെ പറയുന്നത്.
ഇനി മറ്റൊരു കാര്യം, ഇസ്ലാമിക മതസഹിഷ്ണു ഇവിടെ 2-3 വിഷയം ഇവിടെ വരുന്നുണ്ട്. മതസഹിഷ്ണുതയെയും സൗഹാർദ്ദത്തെയും സംബന്ധിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്കും ഈ സൂക്തം സൂചന നൽകുന്നുണ്ട്. സഹിഷ്ണുത സഹവർത്തിത്വയുടെ പേരിൽ നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ത്യയിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലെ. ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ പല മതക്കാരുടെ ഇടയിൽ അയൽവാസികളായിട്ടൊക്കെ നമുക്ക് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഉള്ളത്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ നല്ല നിലയിൽ അയൽവാസികളായി, നല്ല കൂട്ടുകാരികളായി, ഒരേ ഇതിൽ ജോലി ചെയ്യുകയും ഒരേ നിലയിൽ ജീവിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും ഇവിടെ നമുക്ക് ഈ ഒരു ആയത്ത് വളരെ പ്രസക്തിയുണ്ട്. അതായത് നമ്മുടെ സഹിഷ്ണുത, അപ്പൊ നമുക്ക് ഈ മതസഹിഷ്ണുത സഹവർത്തിത്വത്തിന്റെ ഒക്കെ പേരിൽ സത്യവും നീതിയും തള്ളിപ്പറയാനോ തമസ്കരിക്കാനോ തയ്യാറായി കൂടാ എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. മനസ്സിലായില്ലേ? നമ്മൾ എത്ര തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ, അവരോടുമായി നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സത്യത്തെയോ നീതിയോ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധത്തിൽ ഇസ്ലാമിൽ പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? അനീതി ചെയ്തുകൊണ്ടും അസത്യത്തിന് കൂട്ടുനിന്നുകൊണ്ടും നമ്മൾ ഒരാളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനാണെങ്കിൽ അതിൽ യാതൊരു പ്രസക്തിയും ഇസ്ലാമിൽ അക്രമികളുടെ കൂട്ടത്തിൽ അദ്ദേഹം പെടുന്നത്. ഒരു കൂട്ടർ അസത്യത്തെ സ്വീകരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു കൂട്ടർ നമ്മളോട് കൂടെയുള്ള ആളുകൾ മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ സത്യം അംഗീകരിക്കാത്ത ആളങ്ങനെ ചെയ്താൽ അതൊക്കെ. പക്ഷെ സത്യം സ്വീകരിക്കാനും ആചരിക്കാനും ഇതരർക്കുള്ള സ്വാതന്ത്ര്യത്തിൽ അവർ ഹനിക്കാത്ത കാലത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തെ മുസ്ലിങ്ങൾ ഇടപെട്ടുകൂടാ. എന്നാൽ അസത്യവാദികളോടുള്ള സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെ ഒക്കെ പേരിൽ സ്വന്തം സത്യവിശ്വാസത്തിലും ആചരണത്തിലും നീക്കുപോക്കുകൾ വരുത്തിക്കൊണ്ട് സമവായം ഉണ്ടാക്കാനും പാടില്ല. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ ദീൻ എന്ന് സൂറത്തുൽ കാഫിറൂനിൽ പ്രവാചകൻ പറഞ്ഞില്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ, എനിക്ക് എന്റെ ദീൻ. അതായത് സമവായം എന്നുള്ള ദീനിൽ ആ ഒരു സൂറത്തിന്റെ പശ്ചാത്തലം എടുത്താൽ നമുക്ക് മനസ്സിലാവും. ആ പശ്ചാത്തലത്തിൽ പറയുന്നത് അന്നത്തെ ഖുറൈശികൾ പ്രവാചകനോട് ഒരു സന്ധിക്ക് വന്നതാണ്. ഒരു കൊല്ലം നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, എന്നാൽ അടുത്ത കൊല്ലം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ഓരോരോ കൊല്ലം ഓരോരോ ദൈവത്തെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ സഹവർത്തിത്തോടെ സമാധാനത്തോടെ ഈ സ്ഥലത്ത് ജീവിച്ചു പോവാലോ എന്ന് പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമവായവും സന്ധിയും ഇസ്ലാമിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കൊല്ലം ഷിർക്ക് ചെയ്യുക, ഒരു കൊല്ലം തൗഹീദ്, ഒരു കൊല്ലം ഷിർക്ക്, ഇത് എവിടെയാണ്? ഇത് ഒരിക്കലും പറ്റില്ല. ഇസ്ലാമിൽ പറ്റില്ല. അവർക്കൊരു പക്ഷെ അത് പറ്റുമായിരിക്കും. പക്ഷെ ഇസ്ലാമിൽ പ്രവാചകൻ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും അത്തരത്തിലുള്ള സമവായത്തിനും സന്ധിക്കും പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന വിശ്വാസമാണ് സത്യവിശ്വാസം. ദൈവം മൂന്നുണ്ടെന്ന വിശ്വാസം തികഞ്ഞ അസത്യ വിശ്വാസമാണ്. അതായത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം 3 എന്നുള്ള ഒരു വിശ്വാസമാണ്. ഭിന്നമായ വിശ്വാസങ്ങൾ പുലർത്തുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ സഹിഷ്ണുതയുടെയും സഹവർത്തത്തിന്റെയും പേരിൽ ദൈവം 2 ഉണ്ട് എന്നോ, മനസ്സിലായില്ലേ? അപ്പൊ അവര് 3 എന്ന് പറയുന്നു, നമ്മൾ 1 എന്ന് പറയുന്നു. അപ്പൊ ഒരു സഹിഷ്ണുതയുടെ പേരിൽ എന്നാ പിന്നെ നമുക്ക് 2 ആക്കാം എന്ന തരത്തിലുള്ള ഒരു ഇതും യഥാർത്ഥം അതായത് ദൈവം 2 ഉണ്ട് എന്നോ, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ എങ്കിലും വേറെ 2 കക്ഷികൾ കൂടി ദൈവത്വത്തിന്റെ ചില അംശങ്ങൾക്ക് അവകാശികളാണെന്നോ ഉള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തികഞ്ഞ അസത്യ വിശ്വാസത്തിൽ ഇരു കക്ഷികളും യോജിക്കലായിരിക്കും. മനസ്സിലായില്ല? അങ്ങനെ ഒരു ഒത്തുതീർപ്പിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അസത്യത്തിന്റെ പേരിലാണ് യോജിക്കുന്നത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു സംഭവം ലക്കും ദീനുക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കിബില ഒന്നെന്ന് പറഞ്ഞപ്പോ അവര് പല കിബില ആയിട്ട് ആളാക്കുന്ന ആളുകളുണ്ട്. അതായത് ലക്ഷ്യം ഇപ്പൊ നമുക്കറിയാം ദീനുൽ ഇസ്ലാം സ്വർഗമാണ് ലക്ഷ്യം വെക്കുന്നത് അല്ലെ. നമ്മുടെ ഇസ്ലാം ഓരോ വ്യക്തിക്കും സ്വർഗപ്രവേശം എളുപ്പമാക്കുക എന്നുള്ള തരത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മള് വേറെ ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഒരു വഴി തെരഞ്ഞെടുത്താൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. അതിനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് ആളുകള് ഡൽഹിയിലേക്ക് പുറപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചു. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഡൽഹിയിലേക്ക് യാത്ര പോവാം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആളുകള് ഒരു വടക്കോട്ട് പോവാണ്, ചില ആളുകൾ കിഴക്കോട്ട് പോകുന്നു, ചിലർ തെക്കോട്ട് പോകുന്നു, ചില ആളുകൾ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്, യാത്ര പോവാണ്.
അപ്പോ ഇവരെല്ലാരും കൂടി പിന്നെ പറയുന്നത് എല്ലാവരും സഞ്ചരിക്കുന്ന ദിശയും ശരിയാണെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. അതായത് ഡൽഹിയിൽ എത്തണമെങ്കിൽ ഒരേ ദിശയിൽ തന്നെ പോണം അല്ലേ? എന്നാലേ ഡൽഹി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തുള്ളൂ. അപ്പൊ ഓരോരുത്തരും പുറപ്പെടുമ്പോ പറയണം ഞാൻ ആ ഭാഗത്തേക്ക് പോവാ, നീ ഇങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിശയിൽ അതിലൊരു ഇതില്ല. അതൊരിക്കലും ഒന്നിലേക്ക് എത്തുകയില്ല. അപ്പൊ എല്ലാ മതങ്ങളും അതിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ മതങ്ങളും ഒരുപോലെ ശരിയാണെന്ന് പറയുന്നതും അതുപോലെയാണ് എന്നുള്ള. ഇപ്പോ നമുക്കറിയാം ചില സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം ധർമ്മരക്ഷയും മനുഷ്യ നന്മയും ആയതുകൊണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്, നമുക്കറിയാം. അതായത് വേദങ്ങളെല്ലാം ഒന്നാണ്, എല്ലാം ധർമ്മത്തിലാണ്, ലക്ഷ്യം ഒന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒന്നാക്കുക എന്നുള്ള നടപടി ഇസ്ലാമിൽ അത് പാടില്ല. അങ്ങനെ ഒരു ഒന്നാക്കി കഴിഞ്ഞാൽ ലക്ഷ്യം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഉദാഹരണത്തിൽ ഡൽഹി ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുന്നവർ ഡൽഹിയിൽ എത്തില്ലെന്ന് മാത്രമല്ല, അറബിക്കടലിലും ബംഗാൾ കടലിലും ഇന്ത്യ സമുദ്രത്തിലും ചെന്ന് ചാടുകയാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ആ ഒരു ലക്ഷ്യത്തിലെത്തില്ല. ഡൽഹിയിലേക്കുള്ള ശരിയായ വഴിക്ക് സഞ്ചരിക്കുന്നവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും സഞ്ചരിക്കുന്ന ചങ്ങാതിമാരുമായി ഒത്തുതീർപ്പിനു വേണ്ടി തങ്ങളുടെ സഞ്ചാര ദിശ വടക്കു കിഴക്കോ വടക്കു പടിഞ്ഞാറോ ആക്കിയാലും ഫലം ആരും ഡൽഹിയിൽ എത്തുകയില്ല എന്നത് തന്നെയാണ്. അതായത് ഇപ്പൊ ഡൽഹിയിലേക്ക് പുറപ്പെട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൃത്യമായ ധാരണയോടുകൂടി പുറപ്പെട്ട ഒരു കൂട്ടം ആളുകള് മറ്റേ ആളുകളോട് പറയുകയാണ് ഇനിയിപ്പോ സാരമില്ല, നമുക്ക് എന്താക്കാം, ഞങ്ങളും കുറച്ച് ഞങ്ങളുടെ ദിശ കുറച്ച് മാറ്റാം, നിങ്ങളുടെ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ആ നടുവിലൂടെ ഇപ്പൊ പടിഞ്ഞാറോട്ട് പോകുന്നതാണെങ്കിൽ കുറച്ച് കോസ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് അല്ലെ, നോർത്ത് ഈസ്റ്റ് ആ ഒരു കുറച്ച് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും നടുവിലൂടെ അങ്ങ് പോവാ എന്ന് വിചാരിച്ചാലും ഡൽഹിയിൽ എത്തുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു മതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യത്തിലെത്താൻ ആ മതം പറഞ്ഞ അതേ സത്യത്തിൽ സഞ്ചരിക്കണം. അല്ലാതെ മറ്റേ മതവുമായി സമവായത്തോടു കൂടി സന്ധിയോട് കൂടി നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടും ആയിട്ട് നമുക്ക് ഒത്തുതീർപ്പ് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സത്യം പറയുന്ന ആ സത്യത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കാലാന്തരത്തിൽ ഇത്തരം മതങ്ങളുടെ അലക്കും മാറ്റവും വരുത്താൻ ഇസ്ലാം ഒരിക്കലും സന്നദ്ധമല്ല. അടിസ്ഥാനത്തിൽ മാറി മറിഞ്ഞ് മറ്റൊന്നായ പലതായും മാറിയ 14 നൂറ്റാണ്ട് പിന്നിട്ടും ആകെ ഒരു കാര്യം 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇസ്ലാം അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെ തനിമയോടെ നിലനിൽക്കുന്ന ഈ കർക്കശമായ നിലപാടിന്റെ ഫലമത്രേ. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമില് അന്നും ഇന്നും ഖുർആനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം ഈ ചില കാര്യങ്ങൾ അടിസ്ഥാന വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാം കുറച്ച് കർക്കശം തന്നെയാണ്. മതതത്വങ്ങളിലോ അടിസ്ഥാന നിയമങ്ങളിലോ യാതൊരു മാറ്റവും വരുത്താൻ ഇസ്ലാം ഒരിക്കലും സന്നദ്ധമല്ല. മനസ്സിലായില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ അല്ലദീന ആതീനാഹുമുൽ കിതാബ എന്ന് പറഞ്ഞിട്ട് അവരുടെ മക്കളെ അറിയുന്ന പോലെ പിതാക്കളെ അറിയുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഈ കാര്യം യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹു എന്ന് പറഞ്ഞത് ശരിക്കും അവരവരുടെ മക്കളെ അറിയുന്ന പോലെ ഈ സത്യം അറിയുന്നു എന്ന് പറയാൻ കാരണം ഇത് ശരിക്കും മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ അംഗീകരിച്ച ആളുകളെയാണ് പറഞ്ഞത്. ഇവിടെ അല്ലദീന ആതീനാഹുമുൽ കിതാബ യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹു അത് ശരിയായ സത്യവിശ്വാസികളെയാണ് പറയുന്നത് കേട്ടോ. അവരെന്താന്ന് വെച്ചാല് അവർ തങ്ങളുടെ അറിവിനനുസരിച്ച് സത്യമതം ആചരിച്ചു പോന്ന ആളുകളാണ്. അന്ത്യപ്രവാചകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പുലരുന്ന അവരെന്താ വെച്ചാൽ അതായത് ഈ പ്രവചനങ്ങൾ അന്ത്യപ്രവാചകനെ കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തൗറാത്തിലായിക്കോട്ടെ ഇഞ്ചിയിലായിക്കോട്ടെ ഈ പ്രവചനങ്ങൾ പുലരുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ ആളുകൾ. അങ്ങനെയുള്ള വേദവിശ്വാസികൾ വിശുദ്ധ ഖുർആനെയും അന്ത്യപ്രവാചകനെയും അദ്ദേഹത്തിന്റെ ഖിബ്ലയെ സംബന്ധിച്ച അതിന്റെ പ്രസ്താവനകളെയും സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന പോലെ തിരിച്ചറിയുന്നു. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്വന്തം മക്കള് ഒരാൾ ഒരു കാര്യം ഈ അറബികളുടെ ഒരു ശൈലിയായിരുന്നു ഈ ഭാഷ. പക്ഷെ ഇത് എന്താണ് സ്വന്തം മക്കൾ എന്ന പ്രയോഗത്തിൽ ഇത്രമാത്രം യുക്തി എന്ന് വെച്ചാല് തന്നെ വിട്ട് ദൂരദേശത്തേക്ക് പോയ പുത്രനെ കുറിച്ച് പിതാവ് എவ்விதം അസ്വസ്ഥനായി കാത്തിരിക്കുകയും കുറെ കാലത്തെ വിരഹത്തിന് ശേഷം അവൻ തിരിച്ചു വരുമ്പോൾ ദൂരെ നിന്നു തന്നെ അവനെ തിരിച്ചറിയുകയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുവോ അതേവിധം വേദവിശ്വാസികൾ തങ്ങളുടെ കൈവശമുള്ള വേദപ്രവചനങ്ങളുടെ സാക്ഷാത്കാരം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും
അദ്ദേഹം ആഗതനായപ്പോൾ സംശയലേശമന്യേ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സ്വാഗതമേവുകയും ചെയ്യുന്നു. ഇതേ ആളുകളെ തന്നെയാണ് സൂറ അൽ മാഇദയിലും പറഞ്ഞിരിക്കുന്നത്. അതായത് അവര് സൂറ മാഇദയിൽ പറയുന്നത് എന്താണെന്നറിയോ? ദൈവദൂതൻ അവതീർണമായ വചനങ്ങൾ കേൾക്കുമ്പോൾ സത്യബോധത്താൽ അവരുടെ നയനങ്ങളിൽ ബാഷ്പം വഴിഞ്ഞൊഴുകുന്നത് നിനക്കു കാണാം. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു: നാഥാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ നാമം ഈ സത്യസാക്ഷികളുടെ പട്ടികയിൽ രേഖപ്പെടുത്തണമേ എന്ന്. അതായത് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ വേദത്തിൽ പറഞ്ഞ പ്രവാചകനെയും പിന്നെ പ്രവാചകനെ കാത്തിരുന്ന് ഇങ്ങനെ പ്രവാചകൻ വരാനുണ്ടെന്ന് ശരിക്ക് വിശ്വസിച്ച് ആ പ്രവാചകൻ എപ്പോഴാ വരിക എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോലെയാണെന്ന്. അവരെന്ന് വെച്ചാൽ പ്രവാചകൻ വന്നപ്പോഴേക്കും ആ പ്രവാചകന് വാരി പുണരാൻ വേണ്ടിയിട്ട് ആ സത്യത്തെ അംഗീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അത് ഏതുപോലെ വെച്ചാൽ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവ് സ്വന്തം മകൻ തിരിച്ചു വരുമ്പോൾ ദൂരെ നിന്നുമ്പോൾ തന്നെ ഇതിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു പിതാവ് സ്വന്തം മകൻ ദൂരെ നിന്ന് വരുന്നത് പോലും വളരെ ആകാംക്ഷയോട് ഓടി ചെന്ന് തിരിച്ചറിയുകയും ചെയ്യും തന്റെ മകനാണെന്ന്, ഓടി വന്ന് അതിനെ സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഇത് കാത്തിരിക്കുന്ന ആളുകൾ ഈ സത്യത്തെ ഓടി വന്ന് ഇത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെയാണ് അവർ മക്കളെ തിരിച്ചറിയുന്ന പോലെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത്. ഇനി പക്ഷേ ഇതിൽ വേറൊരു വിഭാഗം പറയുന്നുണ്ട്, ഈ വേദവിവാഹകരായ കുറച്ച് ആളുകൾ എന്നാല് എന്താണ്, അവരറിഞ്ഞിട്ടും പ്രവാചകത്തെ മുസ്ലിങ്ങളെ കിബ്ലയായി അംഗീകരിച്ചിട്ടുള്ള എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടും അവര് മറച്ചു വെച്ച ആളുകളെയാണ് ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. അവര് മറ്റേരെ പോലെ അറിഞ്ഞെങ്കിലും പക്ഷെ അവർക്ക് ഈ സത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരും അവരിൽ ഉണ്ടായി എന്ന് പറയാണ്. ആദ്യം പറയുന്ന യാത്തീനാഹുൽ കിതാബ യാരിഫൂന എന്ന് പറയുന്നത് ശരിക്കും പ്രവാചകൻ വന്നപ്പോഴും അത് കിബിലമാറ്റം വന്നപ്പോഴൊക്കെ അതിനെ അംഗീകരിച്ച ആളുകളെയും, രണ്ടാമത്തെ കൂട്ടർ അത് അറിഞ്ഞിട്ടും അംഗീകരിക്കാത്ത ആളുകളെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവസാനത്തെ ആയത്ത് പറഞ്ഞ അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ എന്ന് പറയുന്നത് ഇത് റബ്ബിങ്കൽ എന്നുള്ള സത്യമാണ്, നീ ഒരിക്കലും സംശയാലുക്കളിൽ പെട്ടുപോകരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് സൂക്തത്തിൽ താക്കീതിന്റെ വേറൊരു താക്കീതാണ്. അതായത് പ്രവാചകൻ ഇക്കാര്യത്തിൽ വല്ല സംശയവും അവശേഷിച്ചിരുന്നു എന്നത് കൊണ്ടല്ല ഇങ്ങനെ ഒരു താക്കീത് അല്ല പറയുന്നത്, മറിച്ച് പ്രത്യക്ഷത്തിൽ സംബോധന ചെയ്യുന്നത് പ്രവാചകനെ ആണെങ്കിലും വിമർശനം കിബിലയുടെ കാര്യത്തിൽ സന്ദേഹമുണ്ടായവരുടെ നേരെയാണ്. അതായത് ശരിക്കും പ്രവാചകനോടാണ് പറയുന്നത് അല്ലെ, തെക്കൂനന്ന എന്ന് പറയുന്നത് നീ എന്നുള്ള തരത്തിൽ പ്രവാചകനെയാണ് ഉദ്ദേശിച്ചെങ്കിലും ഇത് ശരിക്കും അത് മറ്റേ ആളുകളോട് പറയാണ് സന്ദേഹത്തിൽ പെട്ടു പോകരുത് എന്ന് അവരെ സൂചിപ്പിച്ചിട്ടാണ് സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്നവരുടെ നേരെ. അതായത് കിബിലയുടെ കാര്യത്തിൽ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കി അതിനെ ഇങ്ങനെ തർക്കിച്ച് ഇതാക്കുന്ന ആളുകളെ ചൂണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു താക്കീത് അവർക്കുള്ളതാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അൽ ഹഖ്ഖു മിർ റബ്ബിക, ഇത് റബ്ബിങ്കൽ എന്നുള്ള സത്യം തന്നെയാണ്. ഫലാ തകൂന, പ്രവാചക നീ പെട്ടുപോകണ്ട, അൽ മുംതരീൻ, ആ മുംതരീങ്ങളുടെ കൂട്ടത്തിൽ, അവരത് സംശയാലുക്കൾ, ഇവരുടെ കാര്യത്തിൽ സംശയാലുക്കളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് എന്ന് പ്രവാചകനെയാണ് താക്കീത്, പ്രവാചകനോട് പറയുന്ന പോലെയാണ് ഈ ആയത്തുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഇതും കിബിലയെ കുറിച്ചുള്ള ആയത്തുകളായിരുന്നു. നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.